പത്തനംതിട്ട കോന്നിയിൽ വിദ്യാർത്ഥി സംഘർഷം സ്ഥിരം നടക്കുന്ന ഇടമാണ്. കോന്നി KSRTC ബസ് സ്റ്റാൻഡ്, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയിടി ഇവിടെ പതിവാണ്. ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഇടത്താണ് പലപ്പോഴും സംഘർഷം നടക്കാറ്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ വിദ്യാർത്ഥി സംഘർഷം പതിവാണെന്നും പോലീസ് നിരീക്ഷണം ഊർജിതമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ഈ കോന്നി ബസ് സ്റ്റാൻഡ് ആ അർത്ഥത്തിൽ ഈ സംഘം ചേർന്ന് വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരംഗത്തട്ടായി മാറിയിരിക്കുകയാണോ? ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ KSRTC സ്റ്റാൻഡിന്റെ ഒരു വശത്തേക്ക് എതിർ ഗ്യാങ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവിടെ ഒരു കൂട്ടത്തല്ല് നടക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ നിങ്ങൾ സ്ഥിരം കാണുന്നതാണല്ലോ, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാത്തതെന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരായതുകൊണ്ടും പിന്നെ തന്നെയുമല്ല, ഇതിനൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ മറ്റുള്ള ചില രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഇതിനകത്ത് ഇടപെട്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്തുനിന്ന് ഇടപെടാത്തത്. പിന്നെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെയും ശരിയായ രീതിയിൽ ഇവിടെ നിന്ന് അവർക്ക് നിൽക്കാനോ ഉള്ള ഒരു സോഴ്സ് അവർക്കില്ല. ഇവിടെ എന്താണ് ഈ സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഡ്യൂട്ടിയിൽ കാണാറില്ലേ? ഉദ്യോഗസ്ഥൻ ഇടയ്ക്ക് നേരത്തെ വരുമായിരുന്നു, ഇപ്പം പോലീസിന്റെ ലഭ്യത കുറവുകൊണ്ടായിരിക്കാം വരാറില്ല. ചേട്ടൻ ഇവിടെ ബസ്സുകളുടെ കാര്യമൊക്കെ നോക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഈ വരുന്ന കുട്ടികളെ പലരെയും പരിചയം കാണും, അവരുടെ രക്ഷകർത്താക്കളെ അറിയാം. അവരെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇപ്പോൾ ഒരു സംഘടന നടന്നു, അതിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അറിയാവുന്ന രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞപ്പോഴുള്ള ഒരു അനുഭവം എന്താണ്? പറഞ്ഞിട്ട് അനുഭവം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ അങ്ങനൊന്നും പോകത്തില്ല, അവരുടെ മക്കളുടെ ഡീസൻ്റ് ആയിട്ടുള്ള പിള്ളേരെന്നാണ് പറയുന്നത്. അവർ പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് തൊലി ഉരിഞ്ഞു പോകുന്ന വർത്തമാനങ്ങളാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഇപ്പൊ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഗ്യാങ് നടന്നു വരുന്നു, അവർക്ക് ഭയം എന്നുള്ളതേ ഇല്ല. അതിനിടയിൽ ഈ ഭയവും ഇല്ല, തന്നെയുമല്ല അവർക്കിടയിൽ ഒരു ഈ ഗുണ്ടാ സംഘങ്ങളെ പോലുള്ള കുറേ പിള്ളേരെ സംഘടിച്ച് കൊണ്ടുവന്ന് അടിക്കാൻ നിൽക്കുക, അടിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോകുമ്പോഴാണ് രക്ഷകർത്താക്കൾക്ക് വിഷമം വരുന്നത്. രാവിലെ കഷ്ടപ്പെട്ട് സ്കൂളിൽ വിട്ട പിള്ളേർ ഇതുപോലെ ബഹളവും വഴക്കവും ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി പോകുക എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടല്ലേ? ഇത് തന്നെയാണ് ഇവിടെയുള്ള ഈ ചേട്ടനും പറയാനുള്ളത്. കാരണം ഇദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. സ്ഥിരമായി ഇങ്ങനെ കുട്ടികൾ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന യാത്രക്കാർക്കും അത് വലിയ ബുദ്ധിമുട്ടാണ്. രക്ഷകർത്താക്കളെ സമീപിച്ച് അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ അത്തരക്കാരല്ല എന്നൊരു മറുപടിയാണ് പലപ്പോഴും അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒക്കെ കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത്.